അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ജമാദുൽ ഉഖ്റ മാസം, ജമാദുൽ ആഖിർ മാസം, അത് റജബും ഷഅബാനൊക്കെ വരുന്നുണ്ട് എന്നറിയിക്കുന്ന ഒരു മാസം കൂടിയാണ്. ആ മാസത്തിന്റെ 9ാമത്തെ രാവിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുന്നു. നാളെ 9ാമത്തെ പകലാണ്. ഇതിന്റെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഏതാനും 10-20ഓളം ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ റജബ് മാസം നമ്മളിലേക്ക് വരുന്നു. അല്ലാഹു തആല റജബിലും ഷഅബാനിലും റമളാനിലൊക്കെ ഒരുപാട് കണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മാസവും അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ, അനുകൂലമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം കളയാനില്ല, നമുക്ക് ഒരുപാട് ദിക്ർ ഔറാദുകളൊക്കെ പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് പറഞ്ഞ കമന്റിലൂടെ, അതുപോലെ തന്നെ ഫോൺ വിളിച്ച്, അതുപോലെ നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മുടെ ദുആരക്കും അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രിയമുള്ളവരെ, ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്, അല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ കേട്ട്, നമ്മൾ പരിചയപ്പെട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക ആ ദിക്റായിരിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയേണ്ട ദിക്റാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ, അതിന് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു ത്രാസിൽ വെച്ച്, മറ്റു ത്രാസിൽ ദുനിയാവ് മുഴുവനും വെച്ചാലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അത് വെച്ചിട്ടുള്ള തട്ടിനായിരിക്കും ഭാരം കൂടുതലെന്നാണ്. അത്രമാത്രം വലിയ മഹത്വം, ശ്രേഷ്ഠത ആ ദിക്റിനുണ്ട്. അത് പറയുന്നവർക്കും കിട്ടും. അല്ലാഹു തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എത്രമാത്രം നമ്മൾ അധികരിപ്പിക്കുന്നോ അത്രമാത്രം പ്രതിഫലങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ റബ്ബ് തആല നമുക്ക് തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞ് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയാം. മാത്രമല്ല അതിന്റെ കൂടെ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നൊക്കെ മഹാന്മാര് ചേർത്ത് പറയാറുണ്ട്. അതിൽപ്പെട്ട ആ ഒരു വാചകം ചേർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ പറയാം. പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, 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 لا إله إلا الله لا مقصود إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ഇനി അള്ളാഹുവിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ഒരുപാട് വചനങ്ങൾ ലോകത്തുണ്ട്. ഒരുപാട് ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന അള്ളാഹുവിനെ പുകഴ്ത്തുന്ന അള്ളാഹുവിന്റെ ഇസ്മുകൾ, പേരുകൾ, വിശേഷണങ്ങളൊക്കെ പറയുന്ന ഒരു വചനം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞോ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥതയുള്ളതാവാനും മക്കള്, ഭാര്യ, ഭർത്താവ് എല്ലാവർക്കും ഖൈർ ബറക്കാത്തുകൾ ഉണ്ടാവാനും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا
وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്. അതുപോലെ സ്വർഗത്തെ ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. ഇതൊരു തൗബയുടെ വചനമാണ്. 4 വരി ബൈത്ത്. മഹത്തുക്കളൊക്കെ ഇത് വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ ധാരാളമായി ചൊല്ലിയിരുന്നു. എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന പുണ്യമായ വചനങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഈ ചൊല്ലുന്ന ദിക്ർ ഔറാദുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോട് കൂടി ചൊല്ലിക്കോ കേട്ടോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم വിശുദ്ധ ഖുർആനിലെ ദുആയാണത്. അതൊരു ദിക്റാണ്, തൗബയുടെ വചനമാണ്, ഒരു തസ്ബീഹാണ്. ഏത് ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റുന്ന പുണ്യമായ ഒരു വചനം. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ആ വചനം പറയുമ്പോൾ എന്തൊക്കെ നേട്ടമുണ്ടോ മുഴുവനും അല്ലാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ. പറഞ്ഞോ.
ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? അല്ലാഹു തആല നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ പാപം പൊറുക്കുക മാത്രമല്ല നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ العظيم إنه هو الغفور الرحيم أستغفر الله 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 العظيم
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് എന്നെന്നും നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അത് അധികരിച്ച് കിട്ടാനും ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടം എന്നെന്നും നിലനിൽക്കണം, മാത്രമല്ല അതിൻ്റെ ലാഭം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ വാഹനം അത് നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്ത് നിലനിൽക്കണം, അത് അധികരിച്ച് കിട്ടണം. അതിനെന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറയണം. അതാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അപ്പോൾ മനസ്സിൽ കരുതണം, എല്ലാ നിഅമത്തും നിലനിന്ന് കിട്ടണം, അധികരിച്ച് കിട്ടണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതെല്ലാം ഒന്ന് ഓതി നമുക്ക് നല്ലവണ്ണം നമുക്ക് ദുആ രക്കണം. അല്ലാഹു തആല നമ്മൾ ഈ ചൊല്ലിയ ദിക്ർ, ഔറാദ് എല്ലാം അതിനൊക്കെ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മുഴുവനും അല്ലാഹു തആല നമുക്ക് തരുമാറാവട്ടെ. ഈ ദിക്റിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരട്ടെ. നമ്മുടെ ഇന്നത്തെ ദുആ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊരു ഫാത്തിഹ ഓതാം. മരണപ്പെട്ടവരെല്ലാവരെയും ഇൻഷാ അല്ലാഹ് മനസ്സിൽ കൊണ്ടുവരിക. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഫാത്തിഹ ഓതുന്നു. അതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് നല്ല തേട്ടം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ രക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا രാജാദ് രാജനായ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ അതിനു മുമ്പ് ഞങ്ങൾ പാരായണം ചെയ്ത ഒരുപാട് നിന്റെ ദിക്റുകളുണ്ട് സ്വലാത്തുകളുണ്ട് തസ്ബീഹുകളുണ്ട് അല്ലാഹുവേ ഇസ്തിഗ്ഫാറുകളുണ്ട് നിന്റെ പുണ്യമായ ഇസ്മുകളുണ്ട് നിന്റെ പേരുകളുണ്ട് എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ നാഥ അല്ലാഹുവേ പടച്ചവനെ അതിന്റെ എല്ലാം പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ അല്ലാ അല്ലാഹുവേ മരിക്കുന്നത് വരെ ദിക്റുകൾ നിലനിർത്തി കൊണ്ടുപോവാൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ മറ്റ് ഔറാദുകൾ കൃത്യമാക്കി കൊണ്ടുപോവാൻ അല്ലാഹുവേ നിനക്ക് വഴിപ്പെടുന്ന നല്ല ജീവിതം ജീവിക്കാൻ തൗഫീക്ക് തരണേ അല്ലാ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മച്ചിയുണ്ട് ഞങ്ങളുടെ വാപ്പിച്ചി ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ കുടുംബക്കാര് വീട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ അവരുടെ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ അവരുടെ ഖബറുകളിൽ എന്തെങ്കിലും ശിക്ഷ നീ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ആ ശിക്ഷകളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചു പോവാനുള്ളവരാണ് ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ അല്ലാഹുവേ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ലത് പറഞ്ഞു മരിക്കാൻ ആരോടും പിണക്കമില്ലാതെ വഴക്കില്ലാതെ ഖൈറായ നല്ല മരണം തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ മരിച്ചു കഴിഞ്ഞു പോയി കിടക്കേണ്ട ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ അല്ലാഹുവേ പടച്ചവനെ മഹ്ശറയിൽ നിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ വലത് കൈയിൽ കിതാബ് കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാ അല്ലാഹുവേ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം കൊണ്ട് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്ന അവസ്ഥ തരണേ അല്ലാ സിറാത്ത് പാലം വേഗത്തിൽ കടത്തി തരണേ അല്ലാ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാ സ്വർഗ്ഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ് രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ മാനസികമായ ശാരീരികമായ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും കൊണ്ട് ഒരുപാട് ഇടങ്ങേറായ ഒരുപാട് ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് സഹോദരിമാര് സഹോദരങ്ങൾ നിരവധി ആളുകൾ ദുആരക്കാൻ വസിയത്തായി പറഞ്ഞിട്ടുണ്ട് കമന്റ് എഴുതിയിട്ടുണ്ട് അല്ലാഹുവേ ആർക്കെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ ഈ പുണ്യമായ മാസത്തിന്റെ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട്
കൊണ്ട് എല്ലാ ഇടങ്ങേറുകളും ഞങ്ങളിൽ നിന്നും തട്ടിമാറ്റണേ അല്ലാ. അല്ലാഹുവേ, നിഅമത്തുകൾ അടുപ്പിച്ചു തരണേ അല്ലാ. അദാബുകൾ അകറ്റി കളയണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാഹനമില്ലാത്തവരുണ്ട്, ഖൈറായ വാഹനം കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തണേ അല്ലാ. പറഞ്ഞാൽ അനുസരണയുള്ള നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന യാസീനോതുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പഠിക്കുന്നവരാണ് ഞങ്ങളുടെ മക്കൾ, ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ജോലിക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, അവരുടെ ജോലി അതുപോലെ തന്നെ പഠനം, എല്ലാ കാര്യത്തിലും സലാമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെ ലോകത്ത് പല സ്ഥലങ്ങളിലും മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ വർഷം ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഉംറയിൽ നിലവിലുള്ളവർ, എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവരാ യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെടുന്നനെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ പറയാൻ, നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നല്ല ഖൈറായ മരണം നല്ല സമയത്ത് അല്ലാഹുവേ തരണേ റബ്ബേ. ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിന്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കട്ടെ. അവർക്കൊക്കെ അതിന്റെ പുണ്യം അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. ഈ ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കും നമുക്കും ഒക്കെ അതിന്റെ പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക, കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് ഈ മജ്ലിസ് എത്താൻ അത് കാരണമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും എല്ലാ മനസ്സിലെ മുറാദുകളും പടച്ചവനെ ഹാസിലാക്കി തരട്ടെ. നാളത്തെ മജ്ലിസിലും കഴിയുന്നത് പോലെ നിങ്ങളൊക്കെ പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.